നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ യശോദേ, എന്താ ഇവള് പറയുന്നേ? ഒന്നുമില്ല. മറക്കാനുള്ളതും ഓർക്കാനുള്ളതും ഒക്കെ ഇവള് വേർതിരിച്ച് പറയുന്നത് കേട്ടു. ഞാനേ വളരെ വ്യക്തമായിട്ട് കണ്ടതാ ചെറിയമ്മ. അതിനിടയിൽ എപ്പോഴും അവൻ വന്ന് അവളുടെ കഴുത്തിൽ അത് ഇട്ടേന്നറിയില്ല. എനിക്ക് കേക്കണ്ട. എന്ത് കാര്യം തീരുമാനിച്ചാലും ഒന്നും നടക്കില്ല. വെറുതെ അമ്മയുടെ ഏട്ടത്തിയുടെ ദേഷ്യം വാങ്ങി വെക്കാൻ. ഇതിനെല്ലാത്തിനും കാരണം ആ ഗൗതമ. വരുൺ താലിമാല കണ്ടെടുക്കരുതെന്നും അവൻ അതുമായി ഇവിടെ എത്തരുതെന്നും ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാ. ഷേ, എന്തായാലും അവനെ വിശ്വസിച്ചിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അവനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഭാഗ്യം തലയ്ക്ക് ഉദിച്ചു നിക്ക പ്രിയങ്കയ്ക്കും വരുണ്ണും. ആ ഭാഗ്യം തട്ടിത്തെറിപ്പിക്കണം അധികം വൈകാതെ. പ്രിയങ്കയുടെ മൈലാഞ്ചി കല്യാണം നടന്നപ്പോ അതിൽ നിന്ന് ഒട്ടും കുറയാത്ത രീതിയില് നിന്റേത് നടത്തണം എന്നായിരുന്നു അമ്മയുടെ മനസ്സില്. പക്ഷെ ഇപ്പൊ നോക്കിയേ, ആളനക്കവും ഇല്ല, അലങ്കാരവും ഇല്ല. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നടക്കില്ല മോളെ. ഒരുപാട് കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരില്ലേ? അലങ്കാരങ്ങളല്ലല്ലോ വിവാഹ ജീവിതം എങ്ങനെ വേണോന്ന് തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞ് ജീവിക്കുന്നവരുടെ മനസ്സല്ലേ. ഇത് കഴിഞ്ഞിട്ട് അമ്മ മോൾക്ക് ഭക്ഷണം തരാം. കൈ അനക്കണ്ട, അമ്മ മോക്ക് വാരിത്തരാം. ഇന്ന് മോക്ക് വാരി കൊടുക്കാനുള്ള അവകാശം ഞാൻ കടമെടുക്കുക. മോളെ, അച്ഛൻ വാരി തരട്ടെ. കുഞ്ഞുനാള് മടിയിലിരുത്തി ഒരുപാട് ഊട്ടിയതാ നിന്നെ. ഇപ്പോഴും നീ എനിക്ക് കുഞ്ഞു തന്നെ. പ്രിയങ്കയുടെ വിവാഹത്തലേന്ന് അവളോട് അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പോകുന്ന വീട്ടിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത്, മൂത്തവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്. പക്ഷേ അതൊന്നും അച്ഛൻ മോളോട് പറയില്ല. ഒന്നും പറഞ്ഞു തരാതെ തന്നെ എല്ലാ മര്യാദകളും നീ പഠിച്ചിട്ടുണ്ട്. ചെല്ലുന്ന വീട്ടില് നീ ഒരു സംസാരം ഉണ്ടാക്കില്ല. ആർക്കും വെറുപ്പ് തോന്നുന്ന രീതിയിൽ പെരുമാറൂല്ല. അതൊക്കെ അച്ഛന് ഉറപ്പാ. നീ പോകുന്നു എന്നാലോചിക്കുമ്പോ അച്ഛനും അമ്മയ്ക്കും ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും ഒരിക്കല് ഇത് സഹിച്ചല്ലേ പറ്റൂ. മോള് പോയി കഴിയുമ്പോ പൊരുത്തപ്പെടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നാവിലെപ്പോഴും ആദ്യത്തെ വിളി മോളെ രാധികയെന്നല്ലേ. അച്ഛന്റെ കാര്യങ്ങളൊന്നും ഇതുവരെ നീ മുടക്കിയിട്ടില്ല. ഇനിയിപ്പോ അമ്മ അതൊക്കെ ചെയ്യും. ഇന്നപ്പിന്നെ എന്നെ പറഞ്ഞയക്കണ്ടായിരുന്നല്ലോ. ഒരു മോഹമില്ലാതെ ഞാനിവിടെ ഒതുങ്ങി കൂടിക്കൊള്ളാന്ന് പറഞ്ഞില്ലേ? മോളെ വേണ്ട, വിവാഹത്തിന്റെ കാര്യത്തിൽ ഇനി ഒരു സംസാരം ഉണ്ടാവരുതെന്ന് അമ്മ നിന്നോട് പറഞ്ഞതല്ലേ. മറന്നു പോവരുത്. ഭർത്താവ്, കുട്ടികള്, അവരോടൊത്തുള്ള മനോഹരമായൊരു ജീവിതം, അതൊക്കെ ഒരു പെണ്ണിന്റെ പൂർണ്ണതയാണ്. കാലചക്രം നമ്മളെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് ഒഴുകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പൂർണ്ണത. എന്റെ മോളിത് കഴിക്കുക.
അച്ഛൻ വലിയ ഉത്സാഹത്തില. ചടങ്ങ് ചെറുതാണെങ്കിലും നിന്റെ കാര്യമാകുമ്പോ അച്ഛന്റെ മനസ്സിൽ അതിന് വലിപ്പം കൂടുതലാ. അമ്മയായിട്ട് ഇനി ഒന്നും പറയേണ്ടതും ഓർമ്മിപ്പിക്കേണ്ടതും ഇല്ലല്ലോ. ഇല്ലമ്മേ, ഓർമ്മിപ്പിക്കാൻ എന്താ ഉള്ളത്? എല്ലാവർക്കും മറക്കാനല്ലേ ഉള്ളൂ. ഒരുപാട് കുറവുകളുള്ള എന്നെ പോലൊരാള് അതൊക്കെ ചെയ്യേണ്ടതാണല്ലോ. എന്താ നീ ഈ പറയുന്നേ? കുറവുകളായിട്ട് അച്ഛനും അമ്മയും കണ്ടിട്ടുണ്ടോ? പിന്നെ സംഭവിച്ചു പോയൊരു കാര്യം, അത് മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞേ പറ്റൂ. എന്താ യശോദേ, എന്താ ഇവള് പറയുന്നേ? ഒന്നുമില്ല. മറക്കാനുള്ളതും ഓർക്കാനുള്ളതും ഒക്കെ ഇവള് വേർതിരിച്ച് പറയുന്നത് കേട്ടു. ഇവിടുന്ന് അമ്പലം വരെയുള്ള ദൂരം, അവിടുന്ന് ചടങ്ങ് നടക്കാനുള്ള സമയം, അത്രയും നേരം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിയണം. ഇനി നിന്റെ കണ്ണീരൊലിപ്പിക്കലും സങ്കടത്തോടെയുള്ള സംസാരം ഒന്നും വേണ്ട. അതൊന്നും ആർക്കും ഇവിടെ കാണുകയും വേണ്ട. വളർത്തി വലുതാക്കിയ കുടുംബത്തിന് ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുന്നു. അതേ ഉണ്ടാവാൻ പാടുള്ളൂ മനസ്സില്. മനസ്സിലായോടി? അമ്മ പൊയ്ക്കോ. പേടി കൊണ്ടാ മുത്തശ്ശി അങ്ങനെയൊക്കെ പറയുന്നത്. പേടി മുത്തശ്ശിക്ക് മാത്രമല്ല. എന്താ ദേവാ, എന്താ നിനക്കൊരു വല്ലായ്മ പോലെ? ഏയ് ഒന്നുമില്ല അമ്മ. മനസ്സിന് വല്ലാത്തൊരു സന്തോഷമുണ്ട്. പക്ഷേ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് ആലോചിക്കുമ്പോ പുരാണ കഥകളൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ മോൾക്ക് നീ? അതിലെത്രയോ പേര് അച്ഛൻ കൈ പിടിച്ചു കൊടുക്കുന്ന ഒരൊറ്റ ചടങ്ങുകൊണ്ട് ഭാര്യമാരായി തീർന്നിട്ടുണ്ട്. അവരൊന്നും ആരെയും ശപിച്ചിട്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.